കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരന് നേതൃത്വം നിർദ്ദേശം നൽകി. ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം വെച്ചുമാറും. പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ആരായാലും കുഴപ്പമില്ലെന്നും ഗുരുവായൂർ സീറ്റ് കോൺഗ്രസിന് ലഭിക്കണമെന്നും തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് 24 പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പ്രത്യേകിച്ച് കെ മുരളീധരൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും അടുപ്പവും ബന്ധമൊക്കെയുള്ള നേതാവാണ്, ലീഡറുടെ മകനാണ്. വൈകാരികമായ ഒരു തലം തൃശ്ശൂരിനെ സംബന്ധിച്ചുണ്ട്. ഞങ്ങൾക്കതിൽ സ്വീകാര്യത കുറവൊന്നുമില്ല. പാർട്ടി ആരെ സജസ്റ്റ് ചെയ്യുന്നു അതാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് റാഫി, മെറി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ഗുരുവായൂർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് കോൺഗ്രസിന് വേണമെന്നുള്ള ആവശ്യം ഔദ്യോഗികമായി തന്നെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കുന്നത്. ആ സീറ്റിൽ സംസ്ഥാന നേതൃത്വം പറയുന്ന സ്ഥാനാർത്ഥി ആരായാലും കുഴപ്പമില്ല, കെ മുരളീധരന് സ്വീകാര്യത കുറവുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. ഈ ചർച്ചകൾക്ക് ശേഷം ആ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും മത്സരിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പങ്കുവച്ച മറ്റൊരു കാര്യം, നേരത്തെ ഈ സീറ്റ് മുസ്ലിം ലീഗിന്റെ സീറ്റാണ്. ഈ സീറ്റിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നടത്തിയതാണ്. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. സീറ്റിൽ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് പ്രവർത്തകരും ഒപ്പം തന്നെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. ആവശ്യം ഔദ്യോഗികമായി സംസ്ഥാന നേതൃത്വത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ജോസഫ് ടാജറ്റ് പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ ലീഗിൽ നിന്ന് സീറ്റ് വെച്ച് മാറുമ്പോൾ അത് വളരെ രമ്യതയോടുകൂടി മറ്റ് പ്രശ്നങ്ങളില്ലാതെ വേണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. ലീഗുമായി ചർച്ചകൾ ചെയ്ത് പകരം ലീഗിന് ഒരു സീറ്റ് നൽകിക്കൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് വേണം ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് എടുക്കാൻ എന്നുള്ളതാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. അത് ആ നിലയിലുള്ള കാര്യങ്ങൾ ചർച്ചകൾ നടക്കുകയാണെങ്കിൽ പട്ടാമ്പി സീറ്റായിരിക്കും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഗുരുവായൂർ സീറ്റ് വിട്ടു നൽകുമ്പോൾ പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗ് മത്സരിക്കും. ആ നിലയിലുള്ള ഒരു മാറ്റമായിരിക്കും ഉണ്ടാകുക. എന്തായാലും കെ മുരളീധരനോട് ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതായുള്ള സൂചനകളാണ് നിലവിൽ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ തൃശ്ശൂരിൽ വീണ്ടും കെ മുരളീധരൻ നിയമസഭാ മത്സര രംഗത്തുണ്ടാകും. ഒരുപക്ഷെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു നീക്കമായിരിക്കും കോൺഗ്രസിനത്. ഓക്കെ, താങ്ക് യു റാഫി കരീം. ഗുരുവായൂരിൽ കെ മുരളീധരൻ മത്സരിക്കാൻ സാധ്യത എന്നാണ് റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.